വയനാട് ദുരന്തത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മലയാളികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പണം എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സമാഹരിച്ച 778 കോടി രൂപയുടെ കണക്കുകളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തുക മുഴുവൻ സർക്കാരിന്റെ കൈവശമുണ്ടായിട്ടും കഴിഞ്ഞ 2 വർഷമായി പുനരധിവാസത്തിനായി സർക്കാർ എന്ത് ചെയ്തു എന്ന കാതലായ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ലഭിച്ച 778 കോടി രൂപയിൽ നിന്ന് കേവലം 299 കോടി രൂപ മാത്രമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന 479 കോടി രൂപ എവിടെ പോയി എന്ന ചോദ്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇതിലും വലിയ അഴിമതി ടൗൺഷിപ്പ് നിർമ്മാണ കരാറിലാണെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുകയാണ്. യാതൊരുവിധ ടെൻഡർ നടപടികളും പാലിക്കാതെയാണ് 299 കോടി രൂപയുടെ കരാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നത്. ഇത് വലിയ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരത്തുന്ന കണക്കുകൾ പ്രകാരം 410 വീടുകളടങ്ങുന്ന ടൗൺഷിപ്പ് നിർമ്മിക്കാനായി പരമാവധി 150 കോടി രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ. എന്നാൽ സർക്കാർ കരാർ നൽകിയിരിക്കുന്നത് 299 കോടി രൂപയ്ക്കാണ്. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്ന 149 കോടി രൂപ ഊരാളുങ്കൽ വഴി ആർക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാവപ്പെട്ടവന്റെ കണ്ണീരിൽ നിന്നുമുണ്ടായ ഈ നിധി സർക്കാരിലേക്ക് വേണ്ടപ്പെട്ട കരാറുകാരുടെ പോക്കറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ക്ഷമിക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളെ മുഴുവനായി നമുക്കൊന്ന് കണ്ടുനോക്കാം. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആണ്. ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആകെ വയനാട്ടിൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 410 വീടുകളാണ്. ആ 410 ഗുണം 15 ലക്ഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ 410 വീടുകൾക്ക് ചെലവാകുന്നത് 61 കോടി 50 ലക്ഷം രൂപയാണ്. പോട്ടെ, ഇനി അവിടെ സ്ഥലം നന്നാക്കാനും അതുപോലെ തന്നെ വീടിന്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ വീടിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൂട്ടാം. അപ്പോഴും 82 കോടി രൂപയാണ് അവിടെ വീട് നിർമ്മിക്കുവാനായി ആകെ ചെലവഴിക്കപ്പെടുന്ന തുക. ഇനി ടൗൺഷിപ്പാണ്, റോഡ് വേണം, അംഗനവാടി ഉണ്ടെന്ന് പറയുന്നു, പാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനെല്ലാം കൂടി ഒരു 10 കോടി കൂടി മാറ്റിവെച്ചാൽ പോട്ടെ, എല്ലാം കൂടെ ചേർന്നൊരു 100 കോടി രൂപ. അതും വിട്ടേക്കൂ, 150 കോടി രൂപ. പക്ഷെ ടൗൺഷിപ്പിന് വേണ്ടി ആകെ മാറ്റിവെച്ചിരിക്കുന്ന തുക 299 കോടിയാണ്. അപ്പൊ ഈ ബാക്കി 149 കോടി വെച്ച് ഈ സംസ്ഥാന സർക്കാർ ഊരാളുകളിലും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് വയനാട്ടിൽ എന്തെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതോ CPM-കാർക്ക് വയർ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടുന്ന കണക്കാണ്. അപ്പോൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലെ ബാക്കി പണത്തെ പറ്റിയും ഈ 299 കോടി രൂപയിലെ ബാക്കിയെ പറ്റിയും ഒക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം അത് പ്രതിപക്ഷം കൂടി കൊടുത്ത പൈസയാണ്. കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ UDF-ന്റെ MLA-മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, MP-മാർ, അവരെല്ലാവരും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സംസ്ഥാനത്തിന്റെ പൊതുവായ പണം, ആ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കപ്പെട്ടു എന്നതിനെ പറ്റി കൃത്യമായ കണക്ക് നമുക്കറിയണം. ഇനി തിരിച്ച് കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാം, പ്രതിപക്ഷത്തോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനെപ്പറ്റി? കാലതാമസത്തെ പറ്റി. ശരിയാണ്, പ്രതിപക്ഷത്തിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഭവന നിർമ്മാണത്തിൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനത്തെ എല്ലാ ഭൂമിയുടെ മുകളിലും കൂടുതൽ അവകാശമുള്ള സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് പോലും 2024 ജൂലൈയിൽ ദുരന്തമുണ്ടായിട്ട് ഭൂമി ഏറ്റെടുപ്പ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് 2025 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു വർഷത്തോടെടുത്തു സംസ്ഥാന സർക്കാരിന്. അതിനേക്കാൾ കുറച്ചുകൂടി സമയം കോൺഗ്രസിനെടുത്തു. കോൺഗ്രസിന് മേപ്പാടിയില് കുന്നുംപറ്റയിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് KPCC-യുടെ നേതൃത്വത്തിൽ ആപ്പ് വഴി ഏതാണ്ട് 4.5 കോടി രൂപയാണ് സമാഹരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ആപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഓരോ നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏതാണ്ട് 1 കോടി 5 ലക്ഷം രൂപ KPCC കൈമാറുകയും ചെയ്തു. ഈ പണം കൊണ്ട് എന്ത് ചെയ്തു? ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് വയനാട് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ കോൺഗ്രസ് സ്ഥലമേറ്റെടുത്തത്. ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സ്ഥലം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇനി കണക്കിനെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ വെച്ച് മാധ്യമ സമ്മേളനം നടത്തിയിട്ട് ചോദിച്ചു. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത്
കൈരളിയുടെ റിപ്പോർട്ടറോടാണ് കൊടുക്കുന്നത്. നിങ്ങളിത് പരിശോധിച്ചിട്ട് ഇന്നത്തെ ദിവസം വരെ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും പിൻവലിച്ചതായി തെളിയിച്ചാൽ ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കാം എന്നെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇനി തിരിച്ച് പണം കൊടുത്തു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ കണക്കിനെ പറ്റി നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഡിവൈഎഫ്ഐ എന്നാണ് മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത്? 2025 ഏപ്രിൽ മാസമാണ് 20 കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അതായത് 2025 ഏപ്രിൽ മാസം ഡിവൈഎഫ്ഐക്ക് 20 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറുവാൻ കഴിയുന്നത്. ഇനി തിരിച്ച് ഡിവൈഎഫ്ഐ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതെന്നാണ് 2026 ജനുവരി മാസം. അതായത് 10 മാസം 20 കോടി രൂപ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. 20 കോടി രൂപ നമ്മുടെ നാട്ടിലൊക്കെ ശരാശരിയുള്ള ഒരു പലിശ ഉണ്ടല്ലോ, 7%. 7% വെച്ച് പലിശ നോക്കിയാൽ തന്നെ 20 കോടി 10 മാസം അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഏതാണ്ട് 1,16,00,000 രൂപ ഡിവൈഎഫ്ഐക്ക് കിട്ടിയിട്ടുണ്ട്. ആ 1,16,00,000 രൂപ വെച്ച് ഡിവൈഎഫ്ഐ എന്താ ചെയ്തത്? അതിനെപ്പറ്റി നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഓഡിറ്റുകൾ വേണം. കാലതാമസത്തെ പറ്റി ഓഡിറ്റ് ചെയ്യണം, കിട്ടിയ പണത്തെ പറ്റിയും ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെന്നെത്തുക സംസ്ഥാന സർക്കാരിലേക്കായിരിക്കും.